അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മുട്ടുസൂചിയിലെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, നേരത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി വീഡിയോ ആണ്. അതിൽ കിഷിലെ ഇത് 5ാമത്തെ പാർട്ടാണ്. ഈ വീഡിയോയുടെ 5ാമത്തെ പാർട്ടും അതുപോലെ തന്നെ ഫൈനൽ പാർട്ടുമാണ്. ഇതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ പല കടൽ തീരങ്ങളിലും ഇതുപോലെ ഒരു ബോട്ട് വന്ന് കിണഞ്ഞിട്ടുണ്ടാവും. അതായത് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ അവിടെ അടിഞ്ഞു പോയിട്ട് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഷാർജയിൽ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ സ്വന്തം നാട്ടിൽ തലശ്ശേരി തുരുത്ത്, അതായത് കേരളത്തിലെ തലശ്ശേരി തുരുത്തിൻ്റെ ഭാഗത്തുള്ള കടൽ കരയിലും ഇതുപോലെ ഒന്ന് പെട്ട് കണ്ടിട്ടുണ്ട്. തിരിച്ചെടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഇത് തിരിച്ചെടുക്കുന്നത് വളരെ കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉപേക്ഷിച്ചതുപോലെ അവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എന്തോ അതിൻ്റെ എന്താണ് അവർ ഉപേക്ഷിക്കേണ്ട കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. ചിലപ്പോൾ ഇതായിരിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒട്ടക സവാരികൾ പല ആൾക്കാരും വന്ന് ഓർമ്മകളുടെ ചെപ്പിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതരം ആക്ടിവിറ്റീസുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ആക്ടിവിറ്റീസാണ് ഒട്ടക സവാരി. ആൾക്കാർ പലരും അതിനൊരു പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒന്ന് ചുറ്റും 1 റൗണ്ടോ 2 റൗണ്ടെങ്ങാനും നടന്നിട്ട് അവർക്ക് അതിൻ്റെ ഒരു ആസ്വാദനത്തിലേക്ക് പോകുന്നുണ്ട്. വളരെ മനോഹരമാണ് എന്തായാലും. അപ്പോൾ ലൈറ്റെല്ലാം തെളിഞ്ഞു, സൺസെറ്റ് കഴിഞ്ഞു. രാത്രി അതിൻ്റെ ഇതിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. രാത്രി വിളക്കുകൾ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ സ്നാക്സ്, ചായ, അങ്ങനെയുള്ള കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. അതുപോലെ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നത്തെ വീഡിയോയും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സുമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഭയങ്കര വാല്യൂഡാണ്. അതുപോലെ തന്നെ വളരെ ബഹുമാനത്തോടെ ഓരോ സബ്സ്ക്രൈബേഴ്സിനെ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വാടക എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ ചുറ്റി കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതും ഒന്നും ആരും ട്രൈ ചെയ്തിട്ടില്ല. അതിൻ്റെ അതുകൊണ്ടായിരിക്കും ആരും അങ്ങനെ ട്രൈ ചെയ്തില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കറക്റ്റായിട്ടുള്ള, അതായത് എൻ്റെ കീശ കറക്റ്റായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ എനിക്കധികം എൻഗേജ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇനിയൊരു യാത്ര ഉണ്ടാവുമോ അല്ലെങ്കിൽ കിഷിലേക്ക് ഇനി വരാൻ പറ്റുമോ ഒന്നും അറിയില്ല. എങ്കിലും വരണം എന്ന ആഗ്രഹത്തോടെ, അതായത് ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്നിട്ട്, അതായത് ഒരു ടെൻഷനും സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് അടിച്ചു പൊളിക്കാൻ ഒരു പ്രാവശ്യം കൂടി വരണമെന്നുണ്ട്. പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു അവസരം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വിനിയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അന്ന് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഞാൻ വന്ന കാര്യം വിസേൻ്റെ എക്സ്ചേഞ്ചും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് ക്ലിയറായി. പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ അധികം ആൾക്കാർക്ക് ഇവിടെ 2-3 ദിവസം തങ്ങേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷേ ദൈവം സഹായിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. എൻ്റെ ഈവനിങ് തന്നെ, അന്ന് പോയതിൻ്റെ ഈവനിങ്ങിൽ തന്നെ എനിക്ക് എൻ്റെ വിസ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അധികം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വളരെ സ്പീഡിലാണ് ഇവിടെ വണ്ടി പോകുന്നത്. ശരിക്കും ഒരു സ്പീഡ് ബ്രേക്കറോ ലിമിറ്റോ ഒന്നും ഇല്ലാണ്ട് വെച്ച് കീറുന്നുണ്ട് ആശാൻ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ജനതയുടെ, അതുപോലെ തന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി, ഇവിടുത്തെ കാലാവസ്ഥ. ഞാൻ പോയ സമയത്ത് ശരിക്ക് ചൂടിൻ്റെ കാഠിന്യം കുറഞ്ഞു വരുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ചൂടിൻ്റെ ഒരു പ്രശ്നം അങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ശരിക്ക് ഒരു നോർമലല്ല, ചെറിയ ചൂട് കുറഞ്ഞു വരുന്ന അവസ്ഥ. എന്തായാലും ഞാൻ ഇവിടുന്ന്, അതായത് ദുബൈയിൽ നിന്ന് പോകുന്നത് നല്ല ചൂടുള്ള സമയത്താണ്. പക്ഷെ അവിടെ എത്തുമ്പം അവിടുത്തെ കാലാവസ്ഥൻ്റെ പ്രത്യേകതയോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ പ്രത്യേകതയോ എന്നറിയില്ല. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചൂട് വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആ സമയത്ത് ഉണ്ടാകുന്ന അത്ര ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഈ ചുറ്റുപെട്ട് കിടക്കുന്ന, അതായത് ഈ ഒരു ഐലൻഡിൻ്റെ പ്രത്യേകതയായിരിക്കാം അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എയർപോർട്ടിൽ എത്താറായി. ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ അറിയാമല്ലോ, ചെറിയൊരു ഫ്ലൈറ്റാണ്. അതായത് അത്ര ആൾക്കാർ മാത്രമേ ഉള്ളൂ. എയർപോർട്ടിൻ്റെ ഈ ഭാഗത്ത് കുറേ ചെടികളും കാര്യങ്ങളെല്ലാം വെച്ച് പിടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ നാട്ടിലെയോ അല്ലെങ്കിൽ ദുബൈൻ്റെ ഒന്നും ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് അങ്ങനെയുള്ള ഒരു എയർപോർട്ടല്ല, ഒരു നോർമൽ ലോക്കൽ എയർപോർട്ടാണ്. ചുറ്റുപാടും കുറച്ച് പൂക്കൾ കാര്യങ്ങളെല്ലാം കൊണ്ട് മനോഹരമാണ്. എന്തായാലും അവരങ്ങനെ ഇതാണ് നമ്മൾ പോയ ഫ്ലൈറ്റ്, കിഷ് എയർ. അപ്പോൾ ഇതിൽ എല്ലാവരും ഉള്ളിൽ ഞാൻ വരുന്ന സമയത്ത് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുണ്ട്. എൻ്റെ ഫോൺ പിടിച്ചിട്ട് അതിൽ ഞാൻ ആ സമയത്ത് എടുത്ത വിഷ്വൽസ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൂക്ഷിച്ച് മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം ഞാൻ
സൂക്ഷിച്ച് നോക്കിയും കണ്ടു മാത്രമാണ് വീഡിയോ എടുത്തത്. പക്ഷേ ഫസ്റ്റ് ഫിഷിലേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ നിന്ന് എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്തൊരു ആഫ്രിക്കക്കാരനായിരുന്നു സൈഡ് സീറ്റ് ഉണ്ടായിരുന്നു. ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ എടുക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇത് മാത്രം എടുത്തില്ല, ആളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നുള്ളതുകൊണ്ട് അധികം എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും മസ്സലാമ. താങ്ക് യു ഓൾ. After, oh my gosh,